ഓഗസ്റ്റ് 7 സ്വപ്നതുല്യമായ ഒരു TPRഉം അതിൻ്റെ ശരാശരിയുമായിട്ട് ബഹ്റൈൻ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 2% മുകളിൽ പോയാൽ ആശങ്ക എന്ന് ആഗോള സംവിധാനം പറയുമ്പോൾ എത്രയോ ദിവസങ്ങളായി 1% താഴെയാണ്. അത് 16 ദിവസമായാലും 7 ദിവസത്തെ ശരാശരി ആയാലും 4-ന്റേതും 3-ന്റേതായാലും അങ്ങനെ തന്നെയാണ്. ഇന്ന് 111 പുതിയ കേസുകളുണ്ടായി. ഏതാണ്ട് 14,000-ഓളം ആളുകളെ പരിശോധിച്ചപ്പോഴാണ് 111 ആളുകൾക്കുണ്ടെന്ന് മനസ്സിലായത്. അതിൽ 34 പേർ പ്രവാസികളാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രവാസികളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു വരുന്നു. 0.8% മാത്രമാണ് TPR. 105 പേർക്ക് രോഗമോചനമുണ്ടായി. മരണമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ആശ്വാസം. 1384-ൽ മരണസംഖ്യ അങ്ങനെ തന്നെ തുടരുകയാണ്. എങ്കിലും 1058 ആളുകൾ ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ICUവിലുള്ളത് 4 പേരാണ് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെ തുടരുമ്പോഴും ബഹ്റൈൻ ചില രാജ്യങ്ങളെ കൂടി ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ അടങ്ങുന്ന റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉക്രൈനും ജോർജിയയും മലാവിയും ഒക്കെ അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. റെഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്നുള്ള ആളുകൾക്ക് കടന്നു വരാം. പക്ഷേ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ നിന്നാണെങ്കിൽ റെസിഡൻസി വിസ ഉള്ളവർക്ക് മാത്രം വരാം. PCR എടുക്കണം. 48 മണിക്കൂറിനിടയിലെ QR കോഡ് ഉണ്ടായിരിക്കണം. വന്നിറങ്ങിയിട്ട് നിർബന്ധമായും ക്വാറന്റൈൻ അനുഷ്ഠിക്കണം. ഒന്നുകിൽ ഹോട്ടൽ, സ്വന്തമായിട്ടല്ലെങ്കിൽ താമസ സൗകര്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ ആ വീട്ടിൽ തന്നെ പോയി താമസിക്കാൻ പറ്റും. വാടക ചീട്ട് സ്വന്തം പേരിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ. അതുപോലെ വന്നിറങ്ങുമ്പോൾ PCR, 10-ാം ദിവസം PCR എടുത്തിട്ട് പുറത്തു പോയി ജോലി ചെയ്യാം എന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ് റെഡ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളത്. അതൊക്കെ ഒന്ന് പുതുക്കി ജോർജിയയും ഈ ഉക്രൈനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലീകരിച്ചതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും അറിയിക്കേണ്ടതും, ഈ CID ഡിപ്പാർട്ട്മെന്റ് ബഹ്റൈനിൽ പല തൊഴിൽശാലകളും തൊഴിലിടങ്ങളും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് എന്ന് പറയാം. LMR നിയമത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും വിസ ഇല്ലാത്തവരോ മറ്റേതെങ്കിലും നിയമവിരുദ്ധമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരോ ഏതെങ്കിലും കേസിൽ കുരുങ്ങി കിടക്കുന്നവരോ ഇപ്പോഴും ഒളിച്ചു നിന്ന് ജോലി ചെയ്യുകയാണോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള റെയ്ഡാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം 74 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെക്കേഴ്സിൽപ്പെട്ടവരും പല സെക്യൂരിറ്റി കേസുള്ളവരും ഒക്കെയുണ്ട് എന്നാണ് LMRയും CIDയും പറയുന്നത്. അപ്പോൾ പരിശോധന ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഇന്ന് ഇന്ത്യൻ എംബസി നോക്കണം, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ സിത്ര മോളിൽ ഇതുവരെ വാക്സിൻ ഒന്നും എടുക്കാൻ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് രേഖയൊന്നും വേണ്ട, വരൂ ഇന്ത്യക്കാരാണോ വന്ന് രജിസ്റ്റർ ചെയ്ത് വാക്സിൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്പുട്നിക് വാക്സിൻ കൊടുത്ത കൂട്ടത്തിൽ ഉച്ച കഴിഞ്ഞപ്പോഴും ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലേബർ ക്യാമ്പിലാവട്ടെ, ഒറ്റപ്പെട്ടവരാവട്ടെ, എവിടെ നിന്നാണെങ്കിലും വരൂ, വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ വാക്സിൻ എടുക്കൂ എന്ന് പറയുകയാണ്. ഇന്ത്യൻ എംബസിയും സന്നദ്ധ പ്രസ്ഥാനങ്ങൾ, ബഹ്റൈനിലെ മലയാളി പ്രസ്ഥാനങ്ങളും മറ്റ് ഇന്ത്യൻ ഓർഗനൈസേഷനുകളും മാതൃകാപരമായി കേരളത്തിൽ പ്രവർത്തിച്ചു. പല വ്യക്തികളും സജീവമായി ഇടപെട്ടു എന്ന് അഭിമാനകരമായി പറയാൻ പറ്റും. 15 വയസ്സുള്ളൊരു കുട്ടി 8 പേർക്ക്, അതായത് 3 വീടുകളിലായിട്ട് ഈ രോഗം കൊടുത്തു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റു പലർക്കുമായി രോഗം വന്നുകൊണ്ടേയിരിക്കും. വ്യാപാര മേഖലയിൽ പലർക്കും വലിയ തിരിച്ചടിയാണ് ഈ മഹാമാരി നൽകിയത്. ഉദാഹരണത്തിന് ഒരു കുവൈറ്റി സ്വദേശി നടത്തുന്ന ഒരു സലൂൺ 18 മാസമായിട്ട് വാടക കൊടുക്കാതെ 12,000 ബഹ്റൈൻ ദിനാർ കടമുണ്ടെന്ന് സാഹചര്യം വന്നപ്പോൾ ആ സലൂൺ അടപ്പിച്ച സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇതൊക്കെ പലർക്കുമുണ്ട്. പല വാർത്തകളും പുറത്തു വരുന്നില്ല, ചിലത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പ്രവർത്തനക്ഷമത കൂടുതലാണ് എല്ലാ വാക്സിനുകൾക്കും. എന്നാൽ പിന്നെ വാക്സിൻ എടുത്ത ആളുകളെ ലോകത്ത് എന്തുകൊണ്ട് യാത്രയ്ക്ക് അനുവദിക്കുന്നില്ല എന്ന ചോദ്യം പ്രസക്തമായി വരുന്നു. രോഗം വന്ന് റിക്കവറിയായാൽ 7 മാസത്തേക്ക് ശരീരത്തിൽ ആന്റിബോഡി സജീവമാണ്. എന്നാൽ പിന്നെ രോഗം വന്ന് മോചനം വന്നവരെ എന്തുകൊണ്ട് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല ലോകത്ത് മുഴുവനും? സാധാരണ ജലദോഷപ്പനി വന്നാൽ അതിൻ്റെ വൈറസ് ഉണ്ടായ ശേഷമുള്ള ആന്റിബോഡീസ് ശരീരത്തിൽ വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കും ഈ ഒരു രോഗത്തിനെതിരെയും കോവിഡിനെതിരെയും എന്നാണ് ഇപ്പോൾ സയന്റിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ പിന്നെ കോൾഡ് വന്നിട്ട്
മാറിപ്പോയ ആളുകളെ എന്തുകൊണ്ട് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല? ഇങ്ങനെയുള്ള വിഷയങ്ങൾ ലോകാരോഗ്യ സംഘടന മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അമേരിക്ക ശരാശരി 10,000-ൽ നിന്നിപ്പോൾ നേരെ 1,00,000-ന് മുകളിലായി മാറിയിരിക്കുന്നു പ്രതിദിന രോഗബാധയുടെ എണ്ണം. ഇന്ത്യയിലാകട്ടെ ഇന്നലത്തേക്കാൾ ആശ്വാസമുള്ള കണക്കാണിപ്പോൾ. ഇന്ന് രാത്രി ഓഗസ്റ്റ് 7 രാത്രി ബഹ്റൈൻ സമയം 9 മണി കഴിയുമ്പോൾ കിട്ടിയ റിപ്പോർട്ടിൽ 18,600 കേസുകൾ മാത്രമാണ്. ഇന്നലെ മൊത്തം 32,000 കേസുകളും 616 മരണവും. ഓസ്ട്രേലിയയിലാണെങ്കിൽ സിഡ്നിയിലും മെൽബണിലും കേസുകൾ കൂടുന്നു, അതീവ ജാഗ്രതയിലേക്ക് നീങ്ങുന്നു. ചൈനയിൽ ഇന്ന് മാത്രം 95 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഹ്യുബെ, ഹുനാൻ, ഹെനാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ രോഗബാധ ഡെൽറ്റ കാരണം കൂടുകയാണ്. കേരളത്തിൽ നിയന്ത്രണമില്ലാതെ പോകുന്നു. 20,300-ലധികം രോഗബാധ, 139 മരണം. TPR 13% മുകളിൽ തുടരുകയാണ്. J&J ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന വാക്സിൻ ഇന്ത്യ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിരിക്കുന്നു. ഒറ്റ ഡോസ് എടുത്താൽ മതി, അത്രയും വീര്യം എന്നാണ് J&Jയെ കുറിച്ച് പറയുന്നത്. ഇന്ത്യക്ക് ഇന്ന് അഭിമാന ദിവസം. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കി. ഈ 2008-ലെ അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടിയ ശേഷം വ്യക്തിഗതമായി ഇന്ത്യക്ക് കിട്ടുന്ന ഒരു മെഡൽ എന്ന രൂപത്തിൽ ഈ സ്വർണ്ണ മെഡലിന് വലിയ പ്രാധാന്യമുണ്ട്. രാജ്യം മുഴുവനും സന്തോഷത്തിലാണ്, അഭിമാനത്തിലാണ് ടോക്കിയോ ഒളിമ്പിക്സിലെ ഈ ഒരു സ്വർണ്ണ മെഡൽ കാരണം. അതിവിശാലമായ ലോകത്തെല്ലായിടത്തും മുദ്ര ചാർത്തിക്കൊണ്ടിരിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ MA അഷ്റഫ് അലിക്ക് ദുബായിൽ നടന്ന വർണ്ണാഭമായ റീറ്റെയിൽ മീ അവാർഡിൽ റീറ്റെയിൽ ഐക്കൺ എന്ന പ്രത്യേക പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ദുബായ് DTCMന്റെ CEO ശ്രീമതി ലൈല സുഹൈലാണ് ഈ പുരസ്കാരം ശ്രീ MA അഷ്റഫ് അലിക്ക് നൽകിയത്. ഇത് വളരെയധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. ഒരു ലുലു ഗ്രൂപ്പ് പോലെ ഒരു ആഗോള പ്രസ്ഥാനത്തെ സമൃദ്ധമായി നയിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു കഴിവിനെ ആദരിച്ചുകൊണ്ടാണ് MA അഷ്റഫ് അലിക്ക് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത്. മാത്രമല്ല മാജിദ് അൽ ഫുത്തൈം, MA യൂസഫ് അലി എന്നിങ്ങനെ 2-3 വ്യക്തിത്വങ്ങൾക്ക് റീറ്റെയിൽ ഐക്കൺ ലെജൻഡ്സ് എന്ന പുരസ്കാരവും റീറ്റെയിൽ മീ അവാർഡിൽ നൽകുകയുണ്ടായി. ബഹ്റൈൻ വാർത്തയുടെ ഓഗസ്റ്റ് 7 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.